ഇനിയിപ്പോ ഇതേ മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ ഇതേ വിളക്കുകളിലെ തിരക്കാവൂട്ടാ. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് ഒരുപാട് അമ്പലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിളക്കായാലും പൂരായാലും എല്ലാ പരിപാടികൾക്കും പോവാറുണ്ട് കേട്ടോ. ഇന്ന് ഇതേ കോയങ്കാവ് വിളക്കിന് പോകാനായിട്ട് ഞാൻ നിൽക്കണത്. അപ്പൊ വിൻഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഇതേ മൂന്നാളും കൂടി പോകാനായിട്ട് നോക്കണത്. തേജുനാണെങ്കിൽ ഷർട്ട് ഇട്ട് കൊടുത്തോണ്ട് ഭയങ്കര സ്റ്റൈല് കാട്ടിലാടുന്നോട്ടെ. ഷർട്ടിന്റെ കോളർ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ വലിയ ചിക്കനായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാട്ടുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ ജിഷ്ണുവേട്ടന്റെ അമ്മയും അവരെല്ലാരും കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെന്നെ കാത്തിട്ട് കുറച്ചു നേരം നിന്നു. പിന്നെ അത് എഴുന്നള്ളിപ്പൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം തൊഴുത് ഇറങ്ങി. പിന്നെ കുറച്ചു നേരം ഇതേ റോഡിന്റെ അവിടെ നിന്നിട്ട് എഴുന്നള്ളിപ്പ് കണ്ടുട്ടാ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ജിഷ്ണുവേട്ടനും തൊഴുതു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറെ നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ പരിപാടി കാണുന്നുണ്ട്. ഈ വിളക്കിന്റെ സീസൺ വരണ പോലെ കേട്ടോ പൂരത്തിന്റെ സീസൺ ആയാലും നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൂരങ്ങൾക്കും പോകട്ടാ. അത് നമ്മുടെ മുമ്പത്തെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടായിരിക്കും പൂരം എവിടെ ഉണ്ടോ വിളക്ക് എവിടെ ഉണ്ടോ അത് ഞങ്ങൾ കാണാൻ പോവേ. ഈ ഒരു സ്വഭാവം എനിക്ക് കിട്ടിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അതിന്റെ ഏക ഉത്തരവാദി വിൻഷേട്ടൻ തന്നെയാട്ടെ. എവിടെ ചെണ്ടപ്പുറത്ത് കോല് വെച്ചോ അവിടേക്ക് ഞങ്ങളെ കൊണ്ട് പോകട്ടാ. പിന്നെ കുറച്ചു നേരം തേജൂന് ഇങ്ങനെ ഹരം കയറിയിട്ടാ തോന്നുന്നു കേട്ടോ. ആ ഉടുക്കെട്ടുപാട്ടിന്റെ ഒപ്പം നിന്ന് കുറെ നേരം ചാടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിക്ക് ഇനിയിപ്പോ കയറ്റിയായിട്ടാ. അങ്ങനെ കുറെ നേരം നമ്മൾ അവിടെ നിന്ന് എല്ലാ പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ സംഭവ സാമഗ്രികളൊക്കെ കണ്ടാൽ നമ്മുടെ തേജുവിന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. ചെറുതവന് കിട്ടിയ അത്രയും സന്തോഷാട്ടാ. അപ്പൊ അവന് വീണ്ടും ഇല്ലാത്തൊരു സാധനം നോക്കി വാങ്ങിയിട്ടുണ്ട്. ഒരു പെയിന്റിംഗ് ബ്രഷ് ആയിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ ജിഷ്ണുവേട്ടന്റെ കസിൻ ഇതിനൊക്കെ ഇല്ല. അവരെല്ലാരും കൂടി കുറെ നേരം വീണ്ടും വർത്താനം പറഞ്ഞു നിന്നു. പിന്നെ അവിടുന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ചപ്പാത്തിയും കുറുമക്കറിയും പിന്നെ സാമ്പാറും അങ്ങനെ എന്തോ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂട്ടി പിന്നെ നമ്മള് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതും കുടിച്ചു. പിന്നെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ചേരം നിന്ന് കണ്ടു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി നിൽക്കുന്ന നേരത്തായിരുന്നു ഈ വെടിക്കെട്ട്. പിന്നെ തേജുവിന് ഇതെങ്ങനെ കടല കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിയിട്ട് അങ്ങനെ പോണ വഴിക്ക് ഈ കൊട്ട് ഇങ്ങനെ കേൾക്കണം. കാരണം അവൻ ഡാൻസ് നിർത്തുന്നില്ല കേട്ടോ. ഭയങ്കര ഡാൻസ് ആയിരുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചിരി വരാണ്ടിരിക്കുവോ. പിന്നെ ഞങ്ങൾ കുറിയൊക്കെ എന്റെ വണ്ടിക്കൊക്കെ തൊട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പൊ ഇനി നാട്ടിൽ അടുത്ത വിളക്കിന് പോണ വീഡിയോ കൊണ്ട് വരാട്ടോ. ബൈ.